Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So today we are going to wind up the second chapter of CBSE class 10 students. ഇപ്പോൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. So the last topic is, are the crystals of salts really dry? Okay, that's the last topic in your second chapter. Are the crystals of salts are really dry? ഈ നമ്മൾ ഈ പറഞ്ഞ സാൾട്ടുകളെല്ലാം യഥാർത്ഥത്തിൽ ഡ്രൈ ആണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്നും പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി പറയാം. There is one activity related to heating of copper sulfate. Okay, I think you know that the formula of copper sulfate. നിങ്ങൾക്ക് എല്ലാവർക്കും copper sulfate formula അറിയാലോ. CuSO4 is the formula of copper sulfate and the color is blue. Okay, കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ ആണ് കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്ന് പറയുന്നത്. Then if we heat that copper sulfate, the blue color disappear. Okay, നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലൂ കളർ എന്താകും? ഡിസപ്പിയർ ആകും, അതിൽ നിന്നങ്ങ് പോകും. Then we need to add water to that copper sulfate after heating the color white. Okay, before heating the color of copper sulfate is blue. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പർ സൾഫേറ്റിന്റെ നിറം ബ്ലൂ ആയിരുന്നു, പക്ഷെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വൈറ്റ് ആയി. ഇനി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? വാട്ടർ ആഡ് ചെയ്യുമ്പം ദാറ്റ് ബ്ലൂ കളർ റീഅപ്പിയർ. ആ ബ്ലൂ കളർ എന്ത് ചെയ്യും? റീഅപ്പിയർ ചെയ്യും. സോ ദർ ഈസ് റിലേഷൻ ഓഫ് എനി റിയാക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് വാട്ടർ. ഓക്കെ, അപ്പം ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്തെന്നാ പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ. വാട്ടർ ക്രിസ്റ്റലൈസേഷൻ മീൻസ് അവിടെ ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് എന്ത് നിറമുള്ള ആ ഒരു ബ്ലൂ നിറമുള്ളത്? പ്രസൻസ് ഓഫ് വാട്ടർ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റ് എടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ മീൻസ് ആ ടെസ്റ്റ് ട്യൂബിന്റെ വോൾസിൽ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. അപ്പം നമ്മളത് ഓൾറെഡി അതിനകത്ത് എന്തില്ലായിരുന്നു? വാട്ടർ ഇല്ല, പക്ഷെ നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് ആ ഡ്രോപ്ലെറ്റ് വന്നെങ്കിൽ അത് ആ കോപ്പർ സൾഫേറ്റിൽ ഉണ്ടായിരുന്നതായിരിക്കണ്ടേ. മീൻസ് അതിനകത്ത് എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ടായിരുന്നു. അപ്പം ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലൂ ആയിരുന്നു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്തായി മാറി? വൈറ്റ് ആയിട്ട് മാറി. വീണ്ടും നമ്മൾ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ആ നിറം അവിടെ റീഅപ്പിയർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? വൺ ഫോർമുല യൂണിറ്റ് ഓഫ് എ സാൾട്ട് കണ്ടെയ്ൻ ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, വൺ formula unit of a salt contain fixed amount of water molecules. In the case of copper sulfate, there is 5 number of molecules, means water molecules are there. അപ്പം 5 വാട്ടർ മോളിക്യൂൾസ് എന്തിനകത്തുണ്ട്? ഈ പറയുന്ന കോപ്പർ സൾഫേറ്റിൽ ഉണ്ട്. അപ്പം കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, CuSO4 dot 5H2O. ഓക്കെ, dot 5H2O മീൻസ് ക്രിസ്റ്റലൈസ്ഡ് ആണ് കേട്ടോ. ക്രിസ്റ്റലൈസ്ഡ് മീൻസ് അതിനകത്ത് എന്തുണ്ട്? വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? CuSO4 പ്ലസ് 5H2O. അതിൽ നിന്ന് ആരങ്ങ് റിമൂവ് ആകും? വാട്ടർ റിമൂവ് ആകും. ഈ വാട്ടർ റിമൂവ് ആയിട്ട് വരുന്ന സാൾട്ട് നമ്മൾ പറയുന്ന പേരാണ് അൺഹൈഡ്രസ്. അൺഹൈഡ്രസ് മീൻസ് അതിനകത്ത് എന്തില്ല? വാട്ടറിന്റെ പ്രസൻസ് ഇല്ല. ഹൈഡ്രസ് മീൻസ് എന്തുണ്ട്? അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ദ ടോപ്പിക്. അപ്പം കോപ്പർ സൾഫേറ്റിനകത്ത് എന്തിന്റെ പ്രസൻസ് ഉണ്ട്? വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം ഈ കോപ്പർ സൾഫേറ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 5 വാട്ടർ മോളിക്യൂൾസ് ആണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ക്രിസ്റ്റലൈസേഷൻ നടത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ജിപ്സം എന്ന് പറയുന്നത്, അല്ലെ? ഈ ജിപ്സത്തിനകത്ത് നമ്മള് ജിപ്സം മീൻസ് CaSO4 dot 2H2 എന്നതാണ് എന്തിന്റെ ഫോർമുല? ജിപ്സത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് CaSO4 dot 2H2O മീൻസ് അതിനകത്ത് എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്? 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താണ്? ഹെമി ഹൈഡ്രേറ്റഡ് എന്ന ഫോമിലേക്ക് ഹെമി മീൻസ് ഈ CaSO4നകത്ത് ജിപ്സത്തിന്റെ ഫോർമുല CaSO4 2H2O. ഓക്കെ, ജിപ്സത്തിന്റെ ഫോർമുല CaSO4 2H2O. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും? CaSO4 half H2O ആയിട്ട് മാറും. ഈ half H2O നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ ഡോക്ടേഴ്സ് ഒക്കെ ഫ്രാക്ചർഡ് ആയിട്ട് വരുന്ന കേസിൽ ആ ബോൺസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്റ്റലൈസേഷൻ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് കാൽസ്യം സൾഫേറ്റിനകത്ത് 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് ജിപ്സം. അത് ഹീറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം?
ഹെമി ഹൈഡ്രേറ്റഡ് മീൻസ് അതിനകത്ത് കുറച്ച് വാട്ടർ മോളിക്യൂൾസ് എന്തായിട്ടുണ്ട്, ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷൻ മീൻസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിസ്റ്റലൈസേഷൻ മീൻസ് അതിനകത്ത് ഫിക്സഡ് ആയിട്ട് വാട്ടറിന്റെ എമൗണ്ട് അതിനകത്ത് ഉണ്ട്. ഇനി റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാലും അല്ല, അൺഹൈഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ കണ്ടന്റ് ഇല്ലാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് അൺഹൈഡ്രസ്. ഹൈഡ്രസ് മീൻസ് എന്തുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇനി കോപ്പർ സൾഫേറ്റിന് ബ്ലൂ നിറം ഉള്ളതിന്റെ കാരണം അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ നിറം അതിന് നഷ്ടമാകുന്നത്, വാട്ടർ കണ്ടന്റ് അതിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മളത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നിറം എന്താകുന്നുണ്ട്, റീഅപ്പിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു വസ്തുവാണ് ജിപ്സം എന്ന് പറയുന്നത്. CaSO4 2H2 എന്നതാണ് ജിപ്സത്തിന്റെ ഫോർമുല. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് CaSO4 ½ അതിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പിന്നെ ഈ ജിപ്സം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ്, ടോയ്സ് മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നിങ്ങളുടെ ലാസ്റ്റ് ടോപ്പിക്. നമ്മളപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.